എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റിസർച്ച് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ട് മാത്തമാറ്റിക്സ് 2 യൂണിറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിറ്റ് 1 നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു യൂണിറ്റ് ആണ്. അതിനകത്ത് സബ് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ യൂണിറ്റ് 1ന്റെ ഫസ്റ്റ് പാർട്ട്, ഓക്കെ, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് വേരിയേഷൻ എന്നാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള രീതിയിൽ പഠിക്കും. നോക്ക്, ശ്രദ്ധിക്കണം, ഇതിന്റെ കൺസെപ്റ്റ് ആയിട്ട്, അതായത് ഒരു പ്രീ റിക്വസിറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയാനില്ല. ഇപ്പൊ മിക്ക ടോപ്പിക്കിലും കുറെ പ്രീ റിക്വസിറ്റ്സ് ആവശ്യമുണ്ട്, കുറെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനകത്ത് ഇക്വേഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അതിന്റെ ഒരു ലോജിക്കാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള സെഷനാണ് നമ്മൾ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ അതിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ത്രൂ ഔട്ട് നമുക്ക് ഫോർമുലാസ് വളരെ കുറവാണ്. അത് കഴിഞ്ഞ് സെറ്റ് തിയറിയിലേക്കൊക്കെ വരുമ്പോഴാണ് പിന്നീട് അങ്ങോട്ട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് വരിക. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെല്ലാം കൺസെപ്റ്റ് ആണ്. നോക്കാം, എന്താണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, പ്രോബ്ലം ചെയ്യാം, അത്രയുള്ള പരിപാടി. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റേഷ്യോ രണ്ടുപേര് തമ്മിലുള്ള റേഷ്യോ എടുക്കുക. അതായത് നമുക്കറിയാം 5 ഡിവൈഡഡ് ബൈ 10, 5 ഡിവൈഡഡ് ബൈ 10. ഇതിനെ നമുക്ക് എന്ത് ഉപയോഗിച്ച് കട്ട് ചെയ്യാം? 5 ഉപയോഗിച്ച് കട്ട് ചെയ്യാം, അല്ലെ? നമ്മൾ വെട്ടിച്ചുരുക്കൽ പരിപാടി, ശരിയാണല്ലോ. 5 ഉപയോഗിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 5/10 എനിക്ക് 5 ഗുണം 2 എന്ന് എഴുതാം, ശരിയാണല്ലോ. അതിൽ ഒരു 5ഉം 5ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് 1/2 എന്ന് എഴുതാം, ശരിയാണേ. അതായത് 5ന്റെയും 10ന്റെയും റേഷ്യോ ആണ് റേഷ്യോ. നമ്മൾ അതിനെ A:B എന്നാണ് എഴുതുക. എയും ബിയും തമ്മിലുള്ള റേഷ്യോ എങ്ങനെ ഡിനോട്ട് ചെയ്യും? A:B. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. A:B എന്ന് പറയുന്നതും A/B എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. A:B എന്ന് പറയുന്നത് A/B എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ 5:10 നമുക്ക് 5/10 എന്ന് എഴുതാം. അത് വെട്ടിച്ചുരുക്കി 1:2 എന്ന് എഴുതാം. അതായത് 5:10 തന്നെയാണ് എന്ത്? 1:2 എന്ന് പറയുന്നത്. ഓക്കെ, 5:10 തന്നെയാണ് 1:2 എന്ന് പറയുന്നത്. അതായത് 5ഉം 10ഉം തമ്മിലുള്ള റേഷ്യോ ആണ് 1:2. ഇതാണ് മാക്സിമം സിംപ്ലിഫൈഡ് ഫോം. ഇനി ഇതിനെ മുന്നോട്ട് നമുക്ക് റേഷ്യോ രൂപത്തിൽ എഴുതാൻ സാധിക്കില്ല. അതായത് എന്താണ്? എണ്ണൽ സംഖ്യകൾ ഉപയോഗിച്ച് റേഷ്യോ ആക്കാൻ പറ്റില്ല. ഡെസിമൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും ആക്കാം. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതാണ് അതിന്റെ മാക്സിമം സിംപ്ലിഫൈഡ് ഫോം 1:2 എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, റേഷ്യോ ആവുന്നതിന് മുൻപ്, അതായത് ഏറ്റവും ചുരുക്ക രൂപമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഏതൊരു ചോദ്യമാണെങ്കിലും രണ്ടാൾക്കാർ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ചുരുക്ക രൂപം, ഏറ്റവും സിംപ്ലിഫൈഡ് രൂപമാണ് ഉദ്ദേശിക്കുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ചോദ്യത്തിൽ നമുക്ക് എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ 1:2 ആണെന്ന് തന്നു എന്ന് വിചാരിക്കാം. അത് ഒരുപക്ഷെ 5ഉം 10ഉം ചുരുങ്ങിയതായിരിക്കാം 1:2 ആയത്. 5ഉം 10ഉം തന്നെ ആവണമെന്നില്ല. 50ഉം 100ഉം കട്ട് ചെയ്താലും 1:2 കിട്ടും. അതെന്താണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയില്ല. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ഒക്കെ ചോദ്യത്തിൽ ഉണ്ടാവും. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, അതിന്റെ പരമാവധി ചുരുങ്ങിയ രൂപം, കട്ട് ചെയ്തതിന് ശേഷമുള്ള ചുരുങ്ങിയ രൂപമാണ് 1:2 എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ സിനാരിയോ നമ്മൾ കൺസിഡർ ചെയ്യാം. ഞാൻ ആദ്യം എന്തായിരുന്നു എടുത്തത്? 5/10 ആയിരുന്നു എടുത്തത്. അതിനെ 5 ഡിവൈഡഡ് ബൈ 5 into 2 എന്ന് എഴുതി. അതാണ് എനിക്ക് 1/2 എന്ന് കിട്ടിയത്. ഇനി നിങ്ങൾ നോക്ക്, ഈ 1/2ലേക്ക് എത്തുന്നതിന് മുൻപ്, 5/10 നിന്നും 1/2ലേക്ക് എത്തുന്നതിന് മുൻപ് ആ 5നും 10നും ഒരു പൊതു ഘടകം കോമൺ ഫാക്ടർ ഉണ്ടായി. ആ കോമൺ ഫാക്ടർ ആണ് ഇവിടുത്തെ 5. ആ കോമൺ ഫാക്ടർ ഉപയോഗിച്ചാണ് മുകളിലും താഴെയും നമ്മൾ വെട്ടിച്ചിരിക്കുന്നത്, ശരിയല്ലേ? ഒരു പൊതു ഘടകം അഥവാ ഒരു കോമൺ ഫാക്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുകളിലും താഴെയും വെട്ടിച്ചുരുക്കിയത്. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. അത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മക്കളെ, ആ പൊതു ഘടകമാണ് നമ്മൾ എന്തെന്ന് പറയാ, ആ പൊതു ഘടകം കോമൺ ഫാക്ടർ അത് ഉപയോഗിച്ച് വെട്ടിച്ചുരുക്കിയാണ് നമ്മൾ റേഷ്യോയിലേക്ക് എത്തിക്കുക. ഓക്കെ, അതായത് രണ്ട് സംഖ്യകൾ എക്സും വൈയും തമ്മിലുള്ള, അപ്പൊ ഈ പൊതു ഘടകം ഇവിടെ 5/10 വെട്ടിച്ചുരുക്കി 1/2 ആക്കിയത് കൊണ്ട് ഈ പൊതു ഘടകം 5 ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി എക്സാമിന് നിങ്ങൾക്ക് തരികയാണ്, ഈ പൊതു ഘടകം എന്തും ആവാം കേട്ടോ. ഈ കോമൺ ഫാക്ടർ എന്ന് പറയുന്ന സാധനം എന്തും ആവാം. എക്സാമിന് നിങ്ങളോട് പറയാണ്
എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ മനസ്സിലാക്കണം, ആരെയൊക്കെയോ വെട്ടിച്ചുരുക്കിയിട്ടാണ്, അത് ആരെ വേണമെങ്കിലും ആയിക്കോട്ടെ, ആരെയൊക്കെയോ വെട്ടിച്ചുരുക്കി അവസാനം ഞാൻ എത്തിപ്പെട്ട ആളാണ് 1:2. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം എക്സിനും വൈക്കും ഇടയിൽ അതിന്റെ റേഷ്യോ 1:2 ആയതുകൊണ്ട് അവർക്കിടയിൽ ആരോ ഒരു കോമൺ ഫാക്ടർ കളിച്ചിട്ടുണ്ട്. ആരോ ഒരു കോമൺ ഫാക്ടർ പരിപാടി അവിടെ ഉണ്ടായിരുന്നു. ആരോ ഒരു കോമൺ ഫാക്ടർ വെട്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. ആ കോമൺ ഫാക്ടറിനെ നമ്മൾ എക്സ് ആയിട്ട് അങ്ങ് എടുക്കും. നമുക്ക് അറിയത്തില്ല. ഇപ്പൊ ഈ കേസിൽ നമുക്കറിയാം അത് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തത്. ഇപ്പൊ ഇവിടെ 5 ഉണ്ട്. അപ്പൊ ആരെ വെട്ടിച്ചുരുക്കാലും ഉണ്ടാവും. ഇപ്പൊ 4/8. ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാം? 4നെ എനിക്ക് 2x2 എന്ന് എഴുതാം. അല്ലെ വേണ്ട, 4നെ എനിക്ക് എങ്ങനെ എഴുതാം? ഏറ്റവും സിമ്പിൾ വഴി തന്നെ 4നെ നമുക്ക് 4 എന്ന് എഴുതാം. 8നെ 4x2 എന്ന് എഴുതാം. അപ്പൊ ഇവിടെയും ഒരു കോമൺ ഫാക്ടർ ആയിട്ടുള്ള 4 ഉണ്ട്. അത് കട്ട് ചെയ്ത് പോയിട്ടാണ് 1/2 എന്നുള്ള റേഷ്യോയിലേക്ക് വരുന്നത്. ശരിയല്ലേ? അപ്പൊ അവിടെ ഒരു കോമൺ ഫാക്ടർ പരിപാടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ല, A:B ആണ് 1:2 എന്നിരിക്കട്ടെ. A:B ആണ് 1:2 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും ഒരു കോമൺ ഫാക്ടർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ എ എന്ന് പറയുന്നതാണ് 1x, ബി എന്ന് പറയുന്നതാണ് 3x, സോറി 2x. ഓക്കെ, ബി എന്ന് പറയുന്നതാണ് 2x, എ എന്ന് പറയുന്നതാണ് 1x, ബി എന്ന് പറയുന്നതാണ് എന്ത്? 2x. ഐഡിയ ഓക്കെ ആണോ? ക്ലിയർ ആണോ? അതായത് ഇവിടെ ആ എക്സിന്റെ വാല്യൂ 5 ആയിരുന്നു ഈ ചോദ്യത്തിൽ. 5/10 കട്ട് ചെയ്തപ്പം ആ കോമൺ ഘടകം, കോമൺ ഫാക്ടർ ആയ എക്സ് 5 ആയിരുന്നു. 4/8 കട്ട് ചെയ്തപ്പോ ആ കോമൺ ഫാക്ടർ 4 ആയിരുന്നു. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവും. അപ്പൊ ചോദ്യത്തിൽ രണ്ടാൾക്കാരെ തമ്മിലുള്ള റേഷ്യോ, എയും ബിയും തമ്മിലുള്ള റേഷ്യോ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ ആ കോമൺ ഫാക്ടർ നമ്മൾ പൊതുവെ എന്തായിട്ട് അങ്ങ് എടുക്കും? എക്സ് ആയിട്ട് എടുക്കും. പിടികിട്ടിയോ? അതാണ് അവിടെ നിങ്ങൾ പ്രാഥമികമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്. ഇത്രയുള്ള മക്കളെ റേഷ്യോ. ഓക്കെ, ഇനി ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരുന്നാൽ റേഷ്യോയിലെ ഒരുമാതിരിപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്തു തുടങ്ങാനായിട്ട് പറ്റും. ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കുറച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. പ്രൊപ്പോർഷനകത്തുനിന്ന് കുറച്ച് എക്സ്ട്രാ, എന്താണ് സെക്കൻഡ് പ്രൊപ്പോർഷൻ, ഫസ്റ്റ് പ്രൊപ്പോർഷൻ, തേർഡ് പ്രൊപ്പോർഷൻ, അതൊക്കെ ഡയറക്ട്ലി PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ റേഷ്യോയുടെ ഒരു ബേസിക് ഐഡിയ, ഒരു ഇൻട്രോ ആണ് പറഞ്ഞത്. ഇനി പ്രൊപ്പോർഷനെ കുറിച്ച് കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ രണ്ടിനെ കുറിച്ച് ഒരു പൊതു ധാരണ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് അങ്ങ് പോയാൽ മതി. എന്താ മക്കളെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ തീർച്ചയായിട്ടും ഫിസിക്സ് പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും നിങ്ങൾ. ഫിസിക്സ് എന്തായാലും പലപ്പോഴായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. +1ലും +2ലും പിന്നെ ഹയർ സ്റ്റഡീസിനും എവിടെയെങ്കിലുമൊക്കെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഇനി സ്കൂളിലൊക്കെ നിങ്ങൾ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട് എന്തായാലും. അതിനുശേഷമുള്ള പല സ്ട്രീമിലേക്ക് പോയ ആൾക്കാരാണെങ്കിൽ എന്തായാലും സ്കൂളിലൊക്കെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവും. ഫിസിക്സിനകത്ത് നിങ്ങൾ സ്ഥിരം കാണുന്ന ഒരു വാക്കാണ് പ്രൊപ്പോർഷൻ. ഇപ്പൊ എന്തായാലും എല്ലാ കുട്ടികളും 100% പഠിച്ചിട്ടുള്ള ഒരു ലോ ആണ്. നിങ്ങൾക്ക് പ്രൊപ്പോർഷൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ ലോ അല്ലെ? ഗ്രാവിറ്റേഷൻ ലോ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. ഗ്രാവിറ്റേഷൻ ലോയിൽ നിങ്ങൾ ഈ പ്രൊപ്പോർഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എവരി പാർട്ടിക്കിൾ ഇൻ ദ യൂണിവേഴ്സ്, ഭൂലോകത്തിലെ ഏതൊരു പാർട്ടിക്കിൾ എടുത്താലും അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ്. ആ ഫോഴ്സ് നമുക്ക് എഫ് ആയിട്ട് എടുക്കും. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു സിമ്പിൾ ഒക്കെ ഇട്ടത് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? അപ്പൊ അവിടെ നിങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അവിടെ നിങ്ങൾ പരിചയപ്പെട്ട ആ പ്രൊപ്പോർഷൻ തന്നെയാണ് ഇവിടെ നിങ്ങൾ കാണുന്ന പ്രൊപ്പോർഷൻ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. അവിടെയും കണ്ടു പ്രൊപ്പോർഷൻ. അപ്പൊ പ്രൊപ്പോർഷൻ രണ്ട് തരത്തിലുണ്ട്. പഠിച്ചു ഏതൊക്കെയാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആവാം, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആവാം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ശരിയല്ലേ? എവരി പാർട്ടിക്കിൾ ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ്. ദാറ്റ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള മറ്റൊരു ലോ ആണ് കൂളംസ് ലോ. കൂളംസ് ലോ എന്താ പറയുന്നത്? The force of attraction or repulsion between 2 point charges
is directly proportional to product of their charges and inversely proportional to square of the distance between them. അപ്പൊ ഇവിടെയും ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണലും കണ്ടു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും കണ്ടു. നേർ അനുപാതവും വിപരീത അനുപാതവും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് കണ്ടപ്പോൾ അവരെ മുകളിലാണ് എഴുതിയത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഉപയോഗിച്ച സിമ്പിൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന്റെ സിമ്പിൾ തന്നെയാണ്, പക്ഷെ എഴുതിയത് താഴെ ആയതുകൊണ്ട്, ഡിനോമിനേറ്ററിലായതുകൊണ്ട് അത് ഇൻവേഴ്സ്ലി വിപരീത അനുപാതമാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എടാ അപ്പൊ മക്കളെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞ് ഏതൊക്കെയാണ്? നേർ അനുപാതം ഉണ്ട്, വിപരീത അനുപാതമുണ്ട്. അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഉണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ഉണ്ട്. പ്രൊപ്പോർഷൻ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാ? ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഉണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ഉണ്ട്. ഓക്കെ, അതായത് ഇത്രേ ഉള്ളൂ. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഇതിന്റെ മീനിങ് ഞാൻ പറയുക, ഇതൊന്ന് പഠിച്ചു വെച്ചാൽ മതി, ബാക്കി പ്രോബ്ലം വരുമ്പോൾ നമുക്ക് നോക്കാം. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി. അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ, എ കൂടിയാൽ ബിയും കൂടും. എ കൂടിയാൽ ബിയും കൂടും. അതാണ് നേർ അനുപാതം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഒരാള് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി മറ്റേ ആളും കൂടും. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എ കൂടിയാൽ ബിയും കൂടും. എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി. ഇത് രണ്ട് രീതിയിൽ വായിക്കാം. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന സാധനം രണ്ട് രീതിയിൽ വായിക്കാം. ഒന്ന് എങ്ങനെ വായിക്കാം? എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/b എന്ന് വായിക്കാം. എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/b എന്ന് നിങ്ങൾക്ക് വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ വായിക്കാം? എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി. അവിടെ 1/b ഇല്ല, ബി മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന സാധനം എങ്ങനെയൊക്കെ വായിക്കാം? എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് വായിക്കാം, അല്ലെങ്കിൽ എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/b എന്ന് വായിക്കാം, അല്ലെങ്കിൽ എ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബി. ഇനി അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ, എ കൂടിയാൽ ബി കുറയും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിന്റെ മീനിങ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലിന്റെ മീനിങ് എന്താണ്? എ കൂടിയാൽ ബി കുറയും. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രൊപ്പോർഷൻ ഉണ്ട്. എ കൂടിയാൽ ബി കൂടുകയാണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, എ കൂടുമ്പോൾ ബി കുറയുവാണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ഇനി എ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ബിക്ക് അനുസൃതമായി കൂടുന്നു. അപ്പം എ കൂടുമ്പോ ബിയെയും കൂട്ടണമെങ്കിൽ ബിക്ക് എന്തെങ്കിലും ഒരു സാധനം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എയുടെ ലെവലിലേക്ക് എത്തിക്കണം. അതായത് പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു വാക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്സ് പഠിച്ച സമയത്ത് ടീച്ചേഴ്സ് സ്ഥിരം ഉപയോഗിക്കുന്ന വാക്കാണ്. കാരണം ഫിസിക്സിലെ മിക്കവാറും ഒരുമാതിരിപ്പെട്ട എല്ലാ നിയമങ്ങൾക്കും പ്രൊപ്പോർഷണാലിറ്റി ഉണ്ട്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഒഴിവാക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് എ കോൺസ്റ്റന്റ്. അതായത് എ ഇസ് ഈക്വൽ ടു സംതിങ്, ഒരു കെ ഇൻറ്റു ബി എന്ന് എഴുതാം. എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി എന്ന് എഴുതാം. ആ കെനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. എന്താണ്? പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി എന്ന് എഴുതിയാൽ എ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി എന്ന് എഴുതാം. കെനെ വിളിക്കുന്ന പേര് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. അവിടുന്ന് കെ കിട്ടും. കെ ഇസ് ഈക്വൽ ടു എന്താണ്? എ ബൈ ബി. കെ ഇസ് ഈക്വൽ ടു എ ബൈ ബി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഒരാള് മറ്റൊരാൾക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എടുക്കണമെങ്കിൽ അവർ തമ്മിലുള്ള റേഷ്യോ നമ്മൾ ആദ്യമേ പറഞ്ഞു. റേഷ്യോ ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ റേഷ്യോ എടുത്താൽ മതി. എ ബൈ ബി ക്യാൻ ബി റിട്ടൺ ആസ് എ ഈസ് ടു ബി. എ ബൈ ബി ക്യാൻ ബി റിട്ടൺ ആസ് എ ഈസ് ടു ബി. ഓക്കെ ആണല്ലോ? ഇത്രയൊക്കെ ഉള്ളു അതിന്റെ ബേസിക് ആയിട്ട് പറയാനായിട്ട്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒരു 10 ചോദ്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തു പോകാം ഓരോ ക്ലാസ്സിൽ. ഒരുപാട് ലെങ്തി ആക്കി നിങ്ങളെ ഞാൻ ഒരിക്കലും ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ,
കൺസെപ്റ്റ് പഠിക്കുന്നു, ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നു. അപ്പൊ കുറച്ച് പാർട്ടുകൾ കൂടുമായിരിക്കും, എങ്കിലും നിങ്ങൾ ഒരു വീഡിയോയിൽ അത്രയും കാര്യങ്ങൾ വെച്ച് പഠിച്ചു പോയാൽ മതി. ഇപ്പൊ നമുക്ക് അതിനുള്ള സമയമുണ്ട്. കുറച്ച് ക്ഷമയോടുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി എല്ലാ പഴുതുകളും അടച്ച് തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. എങ്ങനെ ചോദിച്ചാലും എവിടുന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. അതിനുവേണ്ടി ഓരോ മുക്കുമൂലയും അരിച്ചു പെറുക്കി വിശദീകരിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. മാത്സ് മാത്രമല്ല, എല്ലാ സബ്ജക്റ്റുകളും. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് എത്ര രൂപയാണ്? 1470 രൂപ. നോക്കണേ, 1470 രൂപ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ആനന്ദ്, മോഹൻ. അവർ ഷെയർ ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത് 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ മോഹന് കിട്ടിയ എമൗണ്ട് എത്രയാണ്? അതാണ് ചോദ്യം. ഓക്കെ, അവർ ഷെയർ ചെയ്ത റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 3:4 ആണ്. ആരൊക്കെ തമ്മിൽ? ആനന്ദും മോഹനും തമ്മിൽ ഷെയർ ചെയ്ത റേഷ്യോ. അപ്പൊ ആനന്ദിന് കിട്ടിയ പൈസ എനിക്ക് എങ്ങനെ എടുക്കാം? 3x ആയിട്ട് എടുക്കാം. കാരണം 3:4 എന്ന് എഴുതണമെങ്കിൽ 3ക്കും 4നും എന്താണ്, ആദ്യം ഉണ്ടായിരുന്ന ഏതോ ഒരു എമൗണ്ടുകൾ വെട്ടിച്ചുരുക്കിയാണ് 3:4 എത്തിയത്. ആ വെട്ടിച്ചുരുക്കലിന്റെ ഭാഗമായി അവർക്ക് തമ്മിൽ പൊതുഘടകം, കോമൺ ഫാക്ടർ 100% ഉണ്ടായിരിക്കണം. ആ പൊതുഘടകത്തിനെ, കോമൺ ഫാക്ടറിനെ ഞാൻ x എന്ന് വിളിക്കുന്നു. അപ്പൊ ആനന്ദിന്റേത് 3x ആവുന്നു, അതേപോലെ മോഹന്റേത് എന്താവുന്നു? 4x ആവുന്നു. ഓക്കെ, ഈ കൺസെപ്റ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കൺസെപ്റ്റ് ആണ്. ഇനി നോക്ക്, ആനന്ദിന്റെ പൈസ എത്രയാണ്? 3x, മോഹന്റേത് 4x. ടോട്ടൽ എമൗണ്ട് എത്ര? 1470 രൂപ. ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 1470 രൂപ. അതായത് 4x-ഉം 3x-ഉം കൂടെ കൂട്ടിയാൽ എത്ര രൂപ കിട്ടണം? 1470 രൂപ കിട്ടണം. അതായത് 7x ഇസ് ഈക്വൽ ടു 1470. അപ്പൊ അവിടുന്ന് x കിട്ടും. 1470 ഡിവൈഡഡ് ബൈ 7. 7 14, 7 7 0, 210 രൂപ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരുടെ എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്? എമൗണ്ട് റിസീവ്ഡ് ബൈ മോഹൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മോഹന്റെ എത്രയാണ് എമൗണ്ട്? മോഹന്റെ എമൗണ്ട് 4x ആണ്, ശരിയല്ലേ? സോ 4x ആണ് കണ്ടുപിടിക്കേണ്ടത്. 4x എന്ന് പറഞ്ഞാൽ 4 into x-ന്റെ വില 210, 840 വരും ആൻസർ. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലെ? 4 into 210, 840 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ മക്കളെ? സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഈ ലെവലൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. നമുക്ക് പക്ഷെ എല്ലാ ടൈപ്പുകളും, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട്. അപ്പൊ എല്ലാ ടൈപ്പിലൂടെയും കടന്നു പോയില്ലെങ്കിൽ പെട്ടെന്ന് ഒരു ടൈപ്പ് കയറി വരുമ്പോഴത്തേക്കും ഇത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നം നിങ്ങൾക്ക് വരും. അതൊരിക്കലും വരരുത്. അതുകൊണ്ട് എല്ലാ ടൈപ്പുകളും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. Question number 2. X and Y are in direct proportion. X-ഉം Y-യും നോക്കണേ, നേർ അനുപാതത്തിലാണ്, ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്. അതായത് X is directly proportional to Y ആണ്. X is equal to ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു Y എന്ന് എഴുതാം. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് X by Y യും ആയിരിക്കും. ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ. അങ്ങനെയാണെങ്കിൽ X എന്ന് പറയുന്നത് 37 ആണെന്ന് പറയുന്നുണ്ട്, Y എന്ന് പറയുന്നത് 92.5 ആണെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാലോ. ആ കോൺസ്റ്റന്റ് കിട്ടിക്കഴിഞ്ഞാൽ Y 16 ആകുമ്പോൾ ഉള്ള X 16 ആകുമ്പോൾ ഉള്ള Y കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി ഈ കെയുടെ വാല്യൂ നമുക്ക് വേണം. ഓക്കെ, K is equal to X by Y ആണെന്നാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ദിസ് ഈസ് ദ കീ ഇക്വേഷൻ. അതിലേക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള ഡേറ്റ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ എനിക്ക് കെയുടെ വില കിട്ടും. ഓക്കെ, 37 ഗുണം 25 ആണ് എന്ത് വരിക? 925 വരിക. ഓക്കെ, അപ്പൊ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ 1/2.5 എന്ന് വരും. 1/2.5 എന്നാണ് വരിക. ഓക്കെ, നിങ്ങൾ കട്ട് ചെയ്ത് നോക്കിയാൽ മതി. 37നെ 25 കൊണ്ട് ഗുണിക്കുന്നതാണ് 925. ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉള്ളത് കൊണ്ട് 2.5 വരും. അപ്പൊ കെയുടെ വാല്യൂ എന്താണ് കിട്ടുക? 1/2.5 ആണ് കെയുടെ വാല്യൂ കിട്ടുക. ഇനി ആ കെ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം? X by Y ആണെന്ന് അറിയാലോ. അതായത് X by Y is equal to 1/2.5. ഇനി നിങ്ങൾ നോക്കിക്കേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് Y when X is equal to 16. X-ന് 16 കൊടുക്കുമ്പോൾ ഉള്ള Yയുടെ വാല്യൂ. X-ന്റെ പ്ലേസിലേക്ക് 16 കൊടുക്കുന്നു, by Y is equal to 1/2.5. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും?
ക്രോസ് ചെയ്താൽ വൈയുടെ വില കിട്ടും. y ഇസ് ഈക്വൽ ടു 16 ഗുണം 2.5 400 നമുക്ക് ആൻസർ കിട്ടുക. 400 വരും. 16 ഗുണം 25 ഒരു പോയിന്റ് മാറ്റി ഡോട്ട് ഇടുമ്പോൾ 40 വരും ആൻസർ. 40.0 നിങ്ങൾ എന്തെന്ന് എഴുതിയാൽ മതി? 40 എന്ന് എഴുതിയാൽ മതി കേട്ടോ. 16 ഗുണം 25 ആണ് 400. ഇപ്പൊ ഒരു ഡെസിമൽ പോയിന്റ് മാറ്റി ഡോട്ട് ഇടണം 2.5 ആയതുകൊണ്ട്. സോ മൾട്ടിപ്ലൈ ചെയ്ത് 40 വരും ആൻസർ. 40 ഉണ്ട് ഓപ്ഷൻ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഓപ്ഷൻ ബി 40 ഈസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ഓക്കെ ആണല്ലോ. ഈ രീതിയിലാണ് പ്രൊപ്പോർഷനായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യം. പ്രൊപ്പോർഷനായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് പതിയെ പരിചയപ്പെടാം. ആദ്യം റേഷ്യോയുടെ ഭാഗം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പതുക്കെ അതിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ ക്ഷമയോടുകൂടി ഓരോന്നും മനസ്സിലാക്കി പതുക്കെ പഠിച്ചാൽ മതി. പക്ഷെ എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഓക്കെ, നോക്കാം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇഫ് 2400 രൂപ ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ 7:5. 2400 രൂപ എക്കും ബിക്കും ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന റേഷ്യോ എത്രയാണ്? 7:5 ആണ്. അങ്ങനെയാണെങ്കിൽ ഷെയർ ഓഫ് ബി എന്താണെന്നാണ് ചോദ്യം. നോക്ക്, അങ്ങനെയാണെങ്കിൽ എക്ക് കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? 7x ആയിരിക്കും. ബിക്ക് കിട്ടുന്ന എമൗണ്ട് എന്തായിരിക്കും? 5x ആയിരിക്കും. ശരിയല്ലേ? മൊത്തം എത്ര രൂപയുണ്ട്? 2400 രൂപ. അപ്പൊ ഇത് തമ്മിൽ ആഡ് ചെയ്യുക. ശരിയല്ലേ? 7x-ഉം 5x-ഉം ആഡ് ചെയ്താൽ 12x കിട്ടും. ശരിയാണല്ലോ. 12x ആണ് എത്ര രൂപ? 12x ആണ് എത്ര രൂപ? ടോട്ടൽ 12x ആണ്. 7x പ്ലസ് 5x ആണ് എത്ര രൂപ? 2400 രൂപ. അതായത് 12x ആണ് 2400 രൂപ. അവിടുന്ന് x കിട്ടും. 2400 ഡിവൈഡഡ് ബൈ 12 ഇസ് ഈക്വൽ ടു 200 രൂപ. ഓക്കെ, അപ്പൊ എക്സിന്റെ വില എത്രയാണ്? 200 ആണ്. ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഷെയർ ഓഫ് ബി. ബിയുടെ ഷെയർ എത്ര? 5x ആണ്. ശരിയല്ലേ? ബിയുടെ ഷെയർ എത്രയാണ്? ബിയുടെ ഷെയർ 5x ആണ്. സോ 5 ഗുണം എക്സിന്റെ വില 200. 5 ഗുണം 200 എത്രയാണ്? 1000. ഓപ്ഷൻ എ 1000 ആണ് ആരുടെ ഷെയർ? ബിയുടെ ഷെയർ. ശരിയല്ലേ? ബിയുടെ ഷെയർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ബിയുടെ ഷെയർ എത്രയാണ് വരിക? 1000 ആണ് ബിയുടെ ഷെയർ വരിക. ക്ലിയർ ആണല്ലോ മൂന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ പോവാം. നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 4. A certain amount of money was divided between x and y in the ratio 4:3. നോക്ക്, അങ്ങനെയാണെങ്കിൽ എയുടെ ഷെയർ എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആൻഡ് വൈ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി എക്സും വൈ ഉപയോഗിച്ചിരിക്കുകയാണ് അല്ലെ. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ഞാൻ എ എന്നും ബി എന്നും എടുക്കുകയാണെ. എക്സും വൈ എന്നുള്ളത് എ എന്നും ബി എന്നും എടുക്കുകയാണ്. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. കാരണം ഓൾറെഡി നമ്മൾ റേഷ്യോ എക്സ് എഴുതിയല്ലേ ശീലിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരണ്ട. അപ്പൊ എയുടെ ഷെയർ 4x ആയിട്ട് എടുക്കാം. ബിയുടെ ഷെയർ 3x ആയിട്ടും എടുക്കാം. ഓക്കെ ആണല്ലോ. അതിനകത്ത് വൈയുടെ ഷെയർ, വൈ എന്ന് പറഞ്ഞാൽ ബി ആണ്. ഞാനിവിടെ എക്സ് എന്നുള്ളത് എ ആയിട്ട് എടുത്തിട്ടുണ്ട്, വൈ എന്നുള്ളത് ബി ആയിട്ടും എടുത്തിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ എടുക്കാം കേട്ടോ. അപ്പൊ പിന്നെ കൺഫ്യൂഷൻ വേണ്ട. ക്യാപിറ്റൽ എക്സിന്റെ ഷെയർ 4 സ്മോൾ എക്സ്, ക്യാപിറ്റൽ വൈയുടെ ഷെയർ 3 സ്മോൾ എക്സ്. അങ്ങനെയാണെങ്കിൽ ആ എക്സിന്റെയും വൈയുടെയും വൈയുടെ ഷെയർ തന്നേക്കുന്നത്. വൈയുടെ ഷെയർ 2400 രൂപ. വൈയുടെ ഷെയർ 3x ആണ്. ആ 3x ആണ് എത്ര രൂപ? 2400 രൂപ. അപ്പൊ അവിടുന്ന് എക്സ് കിട്ടും 800 രൂപ. 2400/3 800 രൂപയാണ് എക്സ് അല്ലെ. എക്സ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഇനിഷ്യൽ എമൗണ്ട് എത്ര ആയിരിക്കും? ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എക്സിന്റെ എമൗണ്ടും വൈയുടെ എമൗണ്ടും കൂട്ടുന്നതാണ്. എക്സിന്റെ എമൗണ്ട് 4x, വൈയുടെ എമൗണ്ട് 3x. 4x പ്ലസ് 3x 7x. ഓക്കെ, അതായത് 7 ഇൻറ്റു എക്സിന്റെ വില എത്രയാണ്? 800. 556 വരും അല്ലെ. 5600 വരും ആൻസർ. ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. ഓക്കെ ആണല്ലോ. 7×8 56 അല്ലെ. ടോട്ടൽ എമൗണ്ട് ആദ്യം ഉണ്ടായിരുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നാണ് ചോദ്യം. ടോട്ടൽ ഇനിഷ്യൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 4x പ്ലസ് 3x 4 3 7x വരും. അവിടെ എക്സിന്റെ വില എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സിന്റെ വില 800 ആണ്. സോ 800 ഗുണം 7 5600 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓപ്ഷൻ സി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. ക്ലിയർ ആണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 5.
ടു നമ്പേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 3:2. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. അപ്പൊ ആദ്യത്തെ നമ്പർ എ ആയിട്ട് എടുത്തു, അത് 3x ആയിരിക്കും. രണ്ടാമത്തെ നമ്പർ ബി ആയിട്ട് എടുത്തു, അത് 2x ആയിരിക്കും. ഓക്കെ. ഇഫ് 8 and 6 ആർ സബ്ട്രാക്റ്റഡ് ഫ്രം ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമ്പർ. അപ്പൊ ആദ്യത്തെ നമ്പറിൽ നിന്ന് എന്ത് കുറച്ചു? 8 കുറച്ചു. അപ്പൊ 3x - 2 ആയി. രണ്ടാമത്തെ സംഖ്യയിൽ നിന്നും എത്ര കുറച്ചു? 6 കുറച്ചു. അത് 2x, സോറി, ആദ്യത്തെ നമ്പറിൽ നിന്ന് 8 ആണ് കുറച്ചത്. 3x - 8. ഓക്കെ, ആദ്യത്തെ നമ്പർ 3x ആയിരുന്നു, അതിൽ നിന്നും 8 കുറച്ചു, അപ്പൊ 3x - 8. രണ്ടാമത്തെ നമ്പർ 2x ആയിരുന്നു, അതിൽ നിന്നും 6 കുറച്ചു, അപ്പൊ 2x - 6. അന്നേരം ഉള്ള റേഷ്യോ. ഓക്കെ, വെൻ ദ റേഷ്യോ, അന്നേരം ഞാൻ ഇവരുടെ റേഷ്യോ എടുത്താൽ എനിക്ക് കിട്ടുന്ന ഉത്തരമാണ് 8/5. ശരിയല്ലേ? അന്നേരം ഞാൻ ഇവിടെ റേഷ്യോ എടുത്താൽ എനിക്ക് കിട്ടുന്ന ഉത്തരമാണ് 8/5. അല്ലെ? 8:5. 8:5 ക്യാൻ ബി ഓൾറെഡി റിട്ടേൺ ആസ് 8/5 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ സംഖ്യകൾ എന്താണെന്നാണ് ചോദ്യം. എക്സ് കിട്ടിയ സംഖ്യകൾ കണ്ടുപിടിക്കാലോ. ഇത് ക്രോസ് ചെയ്യാം. എന്തോരും? 5 × 3x - 8 is equal to 8 × 2x - 6. ഓക്കെ, സോ 15x - 40 is equal to 16x - 48. ഓക്കെ ആണല്ലോ. സോ 15x - 16x is equal to -48 + 40. ഓക്കെ ആണേ. 15x നിന്ന് 16x കുറച്ചാൽ -x. ശരിയാണല്ലോ. 48 40 കുറച്ച 8, വലുത് 48 ആണ്, ചിഹ്നം മൈനസ്. മൈനസ് കട്ട് ചെയ്താൽ x is equal to 8. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? നമുക്ക് ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ഓക്കെ ആണല്ലോ. എക്സിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫൈൻഡ് ദ നമ്പേഴ്സ് എന്നാണ് ചോദ്യം. നമ്പേഴ്സ് എടുക്കാനാണ് ചോദ്യം. നമ്പേഴ്സ് ആരൊക്കെയാണ്? നമ്പേഴ്സ് 3x ഉം 2x ഉം ആണ് നമ്പേഴ്സ്. അല്ലെ? എ എന്ന് പറഞ്ഞാൽ 3x, 3 × എക്സിന്റെ വാല്യൂ 8, 24. 24 തുടങ്ങുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. നോക്ക്, ബി എന്ന് പറഞ്ഞാൽ 2x, 2 × 8 16. സോ 24 16. ഓപ്ഷൻ ബി ഇസ് ദ റിക്വയർഡ് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ശരിക്കും ആ സംഖ്യകൾ ഏതൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. ശരിക്കും ആ സംഖ്യകൾ ഏതൊക്കെയായിരുന്നു? 24 16 ആയിരുന്നു ആ സംഖ്യകൾ. ക്ലിയർ ആണല്ലോ മക്കളെ? അഞ്ചാമത്തെ ചോദ്യം. ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. In a college, 15% of the boys are same as the number as 1/3 of the girls. അപ്പൊ ഞാൻ ബോയ്സിന്റെ എണ്ണം എന്തായിട്ട് എടുക്കുന്നു? ബോയ്സിന്റെ എണ്ണം ഞാൻ എക്സ് ആയിട്ട് എടുക്കും. ഗേൾസിന്റെ എണ്ണം ഞാൻ വൈ ആയിട്ട് എടുക്കും. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കണേ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 15% ഓഫ് ദ ബോയ്സ്, 15% ഓഫ് എക്സ് എന്ന് പറയുന്നത് സെയിം ആസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1/3 ഓഫ് ദ നമ്പർ ഓഫ് ഗേൾസ്. ഗേൾസ് ആരാണ്? വൈ ആണ്. ഇതാണ് അവർ പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ബോയ്സ് ടു ദ നമ്പർ ഓഫ് ഗേൾസ്. അതായത് x/y എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അതായത് x/y തന്നെയാണ് x/y യും. ശരിയല്ലേ? പെർസെന്റേജിനെ നമ്പർ ആക്കാൻ എന്ത് ചെയ്യണം? 100% കൊണ്ട് 100 കൊണ്ട് ഹരിക്കണം. അല്ലെ? 100 കൊണ്ട് ഹരിച്ചാൽ പെർസെന്റേജിന്റെ ബേസിക് ഐഡിയ ഉണ്ടല്ലോ മക്കളെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. നമുക്ക് പെർസെന്റേജിനെ, നമ്മുടെ കയ്യിൽ ഒരു പെർസെന്റേജ് ഉണ്ട്. പെർസെന്റേജിനെ നമ്പറിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ 100 കൊണ്ട് ഹരിക്കണം. ഓക്കെ, ഒരു ഫ്രാക്ഷൻ നമുക്ക് ഇങ്ങനെ ഓർക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ കയ്യിൽ ഒരു ഫ്രാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു ഫ്രാക്ഷനെ നമ്മൾ പെർസെന്റേജിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. ഇനി ഒരു പെർസെന്റേജിനെ തിരിച്ച് ഫ്രാക്ഷൻ ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ 100 കൊണ്ട് ഹരിക്കണം. എന്താണ് അതിന്റെ ഐഡിയ? ഓക്കെ, ഒരു ഫ്രാക്ഷൻ തന്നിട്ട് പെർസെന്റേജിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു ഫ്രാക്ഷൻ തരുവാണ് 2/5. അതിനെ അല്ലെങ്കിൽ നോക്കാം, നമുക്ക് 1/5
അതിനെ പെർസെന്റേജിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ 100 കൊണ്ട് ഹരിക്കണം. 1/5 എത്ര ശതമാനമാണ്? 20%. ശരിയല്ലേ? അതേപോലെ ഇതേ 20% തന്നിട്ട് പെർസെന്റേജ് തന്നിട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ 100 കൊണ്ട് ഹരിക്കണം. ഇത് കട്ട് ചെയ്താൽ എന്ത് വരും? സോറി, 20 അല്ലേ? 20/100 എടുത്ത 2/5 ആൻസർ എന്ത് വരും? സോറി, 2/10 ആൻസർ എന്ത് വരും? 1/5 തിരിച്ചു കിട്ടും. ശരിയല്ലേ? അതായത് 100 കൊണ്ട് ഹരിക്കുമ്പോ നോക്കണേ, 100 കൊണ്ട് ഹരിക്കുമ്പോ നമുക്ക് എന്തിലേക്ക് വരും? 100 കൊണ്ട് ഹരിക്കുമ്പോ നമുക്ക് അത് എന്തിലേക്ക് വരും? ഫ്രാക്ഷനിലേക്ക് വരും. 100 കൊണ്ട് ഗുണിക്കുമ്പോ എന്തിലേക്ക് വരും? പെർസെന്റേജിലേക്ക് വരും. ശരിയാണേ? ശരിയാണേ? ഇനി നമുക്ക് നോക്കാം. 15% എന്നുള്ളത് ഞാൻ ചിലർക്കൊക്കെ എന്താണ് ഇതൊക്കെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ സാർ, ഇത്രയും എന്തിനാണ് ഇതൊക്കെ പറയുന്നത് എന്ന് തോന്നാം. പക്ഷെ ഒരാളെങ്കിലും അറിയാത്തതായിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കേണ്ടി വരാത്ത ഒരുപാട് ആൾക്കാർ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യും. ഇതിനു മുൻപ് ക്വാണ്ടിറ്റേറ്റീവ്, അതായത് പക്കാ ടെക്നിക്കൽ PSC മാത്രം നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ജനറൽ PSCയിലേക്ക് അധികം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ജനറൽ PSCയിലേക്ക് അധികം നോക്കാണ്ട് പക്ക ടെക്നിക്കൽ മാത്സ് മാത്രം കണ്ടിട്ടുള്ളൂ. അതായത് സെറ്റ്, റിലേഷൻസ്, ഫംഗ്ഷൻസ്, ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, കാൽക്കുലസ്, ലീനിയർ ഓൾജിബ്ര, കോർഡിനേറ്റ് ജോമെട്രി, അങ്ങനെ പോകുന്ന ആൾക്കാരെ മാത്രം കണ്ടിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അതായത് കോർ മാത്സ് ടോപ്പിക്സ്, പക്ക മാത്സ്. പക്ക മാത്സ് എന്ന് പറയുന്നത് റിയൽ അനാലിസിസും കോംപ്ലക്സ് അനാലിസിസും അങ്ങനെ പോകുന്ന ആൾക്കാരൊക്കെയാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ചിലരെങ്കിലും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. ഇങ്ങനെ ഈ ജനറൽ PSC റിലേറ്റഡ് ടോപ്പിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്തമാറ്റിക്സ് കാണാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി എല്ലാ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു ബാധ്യസ്ഥത എനിക്കുണ്ട്. തീർച്ചയായിട്ടും അറിയുന്ന ആൾക്കാർക്ക് ഒരു നല്ല റിവിഷൻ കൂടിയായിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ ഒരു മോഡൽ തന്നെ ആയിരിക്കും പോകുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടാവുക. എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്ക്, ഇപ്പൊ 15% ഓഫ് എക്സിനെ പെർസെന്റേജ് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഹരിച്ചാൽ മതി. ഓഫ് എന്ന് പറഞ്ഞ ഇൻഡു ആണ് എക്സ്. ഓക്കെ, ഇസ് ഈക്വൽ ടു 1/3 ഇൻഡു വൈ. ശരിയല്ലേ? ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്യാലോ. 5 ഉപയോഗിച്ച് ഞാൻ കട്ട് ചെയ്യാണ്. 5 ഉപയോഗിച്ച് കട്ട് ചെയ്യണം. 3 5 15, 20 ഗുണം 5 ആണ് 100. ഇപ്പൊ 3/20 വരും. ശരിയാണല്ലോ? അതായത് 3x ഡിവൈഡഡ് ബൈ 20 ആണ് y ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ x ഉണ്ട്, ഇവിടെ y ഉണ്ട്. x/y എടുക്കാൻ ഇനി എളുപ്പമല്ലേ? നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചോളൂ. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്മോൾ ലെറ്റർ ആക്കിയെന്നുള്ളൂ. x/y ഇസ് ഈക്വൽ ടു, ഇനി നിങ്ങൾ നോക്ക്, താഴെ കാണുന്ന 20 നേരെ മുകളിൽ, മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആള് അപ്പുറം പോകുമ്പോ ഡിവിഷൻ അല്ലെ? ഈ 3 നേരെ താഴെ വരും. ഓൾറെഡി മക്കളെ ഇവിടെ ഒരു 3 ഉണ്ട്, അത് ഞാൻ ആദ്യം എഴുതി. ഇനി ഈ കാണുന്ന 3 കൂടെ ഇറങ്ങി ഈ 3ന്റെ കൂടെ ചേരും. ശരിയല്ലേ? ഇപ്പൊ 3 ഗുണം 3 എന്ന് വരും. ശരിയാണല്ലോ? സോ അതായത് 20 ഡിവൈഡഡ് ബൈ 9. അതായത് എക്സ് ഡിവൈഡഡ് ബൈ വൈ എന്ന് പറയുന്നത് 20/9 എന്നാണ് കിട്ടിയത്. അതായത് എക്സ് ഈസ് ടു വൈ ഈസ് ഈക്വൽ ടു 20:9 എന്നാണ് ആൻസർ കിട്ടുന്നത്. Okay, option A 20:9 is the required solution. Find ratio of the number of boys to the number of girls. Boys x ആയിട്ടാണ് എടുത്തത്, ഗേൾസ് ശ്രദ്ധിച്ചോണേ. ചിലപ്പോൾ എക്സാമിന് ട്വിസ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ ചോദിക്കാൻ നമ്പർ ഓഫ് ഗേൾസ് ടു നമ്പർ ഓഫ് ബോയ്സ് എന്നായിരിക്കും ചിലപ്പോൾ എക്സാമിന് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആയിരുന്നാണ് ആൻസർ വരേണ്ടത്. നല്ലോണം ഒബ്സർവ് ചെയ്ത് കാരണം ഇതിന്റെ നേരെ റിവേഴ്സ് ഓപ്ഷനിൽ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ ഇന്ന കേസ് മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കണം മക്കളെ. 7ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 7. നോക്ക്, ഉമേഷ് ആൻഡ് കപിൽ ഡൊണേറ്റഡ് ₹750 and 975 respectively. The ratio of the amount of donation by Umesh to that Kabil. അപ്പൊ ശ്രദ്ധിച്ചോണം, കപിൽ ടു ഉമേഷ് ആണോ ഉമേഷ് ടു കപിൽ ആണോ? കിട്ടുന്ന സാധനത്തിന്റെ റിവേഴ്സ് ഓപ്ഷൻ എ തിരിച്ചിടുന്നതാണ് ഇൻവേഴ്സ് റേഷ്യോ ആണ് ഓപ്ഷൻ ബിയിൽ കിടക്കുന്നത്. ഓപ്ഷൻ സിയുടെ തിരിച്ചിടുന്നതാണ് ഓപ്ഷൻ ഡിയിൽ. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാവുള്ളൂ. എന്താണ്? ഉമേഷ് ടു കപിൽ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആള് ഉമേഷിന്റെ എമൗണ്ട് 750 ടു കപിൽ
കപിലിൻ്റെത് 975. ഓക്കെ, 25 കൊണ്ട് കട്ട് ചെയ്താൽ 3 ടൈംസ് വരും 30. അഗൈൻ 3 ടൈംസ് 390 വരും. സോറി, 39 വരും. ഓക്കെ, 39 വരിക. 30/39 വരും. ഓക്കെ, ഞാൻ 25 ഉപയോഗിച്ചാണ് കട്ട് ചെയ്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ 3 കൊണ്ട് കട്ട് ചെയ്യാം അല്ലെ. 10/13. അപ്പം എന്താണ് 750-ഉം 975 തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 10:13 നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി. 10:13 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 10:13 വരും. ക്ലിയർ ആണല്ലോ? 7ാമത്തെ ചോദ്യം സെറ്റാണേ. 8ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 8. The ratio of the number of females to that of male employees in a small company is 2:3. The ratio of the number of females, അതായത് females is to males എന്ന് പറയുന്നത് 2:3 ആണ്. Okay. Then the number of male employees in the company is 90. ഇപ്പൊ ഫീമെയിൽസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? 2x ആയിട്ട് എടുക്കാം. മെയിൽസ് നമുക്ക് 3x ആയിട്ട് എടുക്കാം. ഓക്കെ, അതിനകത്ത് പറയുന്ന എന്താണ്? If the number of male employees in the company is 90, മെയിൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ 3x ആണ്. ശരിയല്ലേ? ആ 3x ആണ് എത്ര? 90. അപ്പൊ അവിടുന്ന് എക്സിന്റെ വാല്യൂ കിട്ടും 90/3. ആൻസർ എന്താണ്? 30. ഓക്കെ ആണല്ലോ? Then the total number of employees working in the company എന്നാണ് ചോദ്യം. ടോട്ടൽ നമ്പർ എംപ്ലോയീസ് ആണെങ്കിൽ ഫീമെയിൽ എംപ്ലോയീസും മെയിൽ എംപ്ലോയീസും കൂട്ടണം. ഫീമെയിൽ എംപ്ലോയീസ് 2x, മെയിൽ എംപ്ലോയീസ് 3x. സോ 3 2 5x എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. 5 × എക്സിന്റെ വില എത്രയാണ്? 30. സോ മൊത്തം 150 എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ ദ കമ്പനി. ആ കമ്പനിയിൽ മൊത്തം എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്? മൊത്തം 150 എംപ്ലോയീസ് ആണ് ആ കമ്പനിയിൽ ടോട്ടലി വർക്ക് ചെയ്യുന്നുണ്ടാവുക. ദാറ്റ്സ് അവർ 8th ക്വസ്റ്റ്യൻ. 9ാമത്തെ ചോദ്യം. ദ ഡിഫറൻസ് ഓഫ് 2 നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 30% ഓഫ് ദെയർ സം. ഇപ്പൊ നമ്പേഴ്സ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് എന്ന് വൈ എന്ന് എടുക്കാം നമ്പേഴ്സ്. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ലാർജർ നമ്പർ ടു ദ സ്മോളർ നമ്പർ. വലിയ നമ്പർ എക്സ് ആയിട്ട് എടുക്കാം, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നുള്ള രീതിയിൽ എടുക്കാം. വലിയ നമ്പർ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു, ചെറിയ നമ്പർ എന്തായിട്ട് എടുക്കുന്നു? വൈ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പം നോക്കണേ, അതിന്റെ ഡിഫറൻസ് ശ്രദ്ധിക്കുക. ഇവര് ഡിഫറൻസ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ ലാർജർ നമ്പർ ടു സ്മോളർ നമ്പർ എന്നൊക്കെ എടുത്തു പറയുന്നത്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ലാർജർ മൈനസ് സ്മോളർ ആണ്. ഓക്കെ, ഡിഫറൻസ് എടുക്കുന്നതും സബ്ട്രാക്ട് ചെയ്യുന്നതും, ഡിഫറൻസ് ഇസ് പ്രോസസ് ഓഫ് സബ്ട്രാക്ഷൻ തന്നെയാണെങ്കിലും എയും ബിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ആരാണോ വലുത് ആ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതിനെയാണ് ഡിഫറൻസ്. സബ്ട്രാക്ട് എയും ബിയും തമ്മിലുള്ള സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി എന്നേ ഉള്ള അർത്ഥം. പക്ഷെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ബി ആണ് വലുതെങ്കിൽ ബി മൈനസ് എ ആണ് എടുക്കേണ്ടത്, എ ആണ് വലുതെങ്കിൽ എ മൈനസ് ബി ആണ് എടുക്കേണ്ടത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ നിങ്ങൾ ഡിഫറൻസ്, അപ്പൊ ഞാൻ എക്സ് വലുതായിട്ട് എടുത്താൽ എക്സ് മൈനസ് വൈ ആണ് എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ്. കാരണം വലുതിൽ നിന്ന് ചെറുത് കുറക്കണം. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 30% ഓഫ് സം ഓഫ് ദെയർ സം. എന്താണ് 30% ഓഫ് ദെയർ സം എന്നാണ് പറയുന്നത്, എക്സ് പ്ലസ് വൈ. അങ്ങനെയാണെങ്കിൽ എന്താണ് ലാർജർ നമ്പർ ടു സ്മോളർ നമ്പറിന്റെ റേഷ്യോ ഓഫ് ലാർജർ നമ്പർ ടു സ്മോളർ നമ്പർ, അതായത് എക്സ് ഈസ് ടു വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. തിരിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ സ്മോളർ നമ്പർ ടു ലാർജർ നമ്പർ ആ ചോദിക്കുന്നതെങ്കിൽ തിരിച്ച് വൈ ഇസ് ടു എക്സ് ആയിരുന്നതിന് ചെയ്യേണ്ടത്. പിടികിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് എക്സ് ഇസ് ടു വൈ കിട്ടിയിട്ട് ടേക്കിംഗ് റെസിപ്രോക്കൽ ഓൺ ബോത്ത് സൈഡ്സ് ചെയ്താൽ മതി. ഇരുവശങ്ങളിലും വിൽക്കുറമ എടുത്താൽ മതി. ഓക്കെ, നോക്ക്, എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 30%. പെർസെന്റേജ് സംഖ്യയാക്കാൻ 100 കൊണ്ട് ഹരിക്കണം. ഓഫ് എന്ന് പറഞ്ഞ ഇൻഡു ആണ് എക്സ് പ്ലസ് വൈ. ഒരു 0 കട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പ്രകാരം 10 നേരെ ഇങ്ങോട്ട് വരും. 10 × എക്സ് മൈനസ് വൈ ആണ് 3 × എക്സ് പ്ലസ് വൈ. ഓക്കെ ആണല്ലോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 10x മൈനസ് 10y എന്നതാണ് 3x പ്ലസ് 3y. ഓക്കെ, അതായത് 10x മൈനസ് 3x ഈക്വൽ ടു 3y പ്ലസ് 10y എന്ന് വരും. ശരിയല്ലേ? നോക്കിക്കേ, പ്ലസ് 3x ഇപ്പുറം വന്നപ്പോ മൈനസ് 3x ആയി.
-10y അപ്പുറം പോയപ്പോ +10y ആയി. ശരിയല്ലേ? 10x നിന്ന് 3x കുറച്ചാൽ 7x, 3y 10y കൂടെ കൂട്ടിയാൽ 13y. അതായത് 7x is equal to 13y. അതായത് x/y is equal to 13 divided by 7. ശരിയല്ലേ? x divided by y is equal to, അതായത് x divided by y നേരെ താഴേക്ക് ക്രോസ് ചെയ്തു, 7 നേരെ വലത്തേക്ക് ക്രോസ് ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന സാധനം അപ്പുറം പോകുമ്പോൾ ഡിവിഷൻ ആവും. ശരിയല്ലേ? അപ്പൊ x/y എന്ന് പറയുന്നത് 13/17 വരും. അങ്ങനെയാണെങ്കിൽ എന്താടാ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ലാർജർ നമ്പർ ടു സ്മോളർ നമ്പർ. x/y എന്ന് പറയുന്നത് എന്തായിരിക്കും? 13:7 ആയിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 13:7 ആണ് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? സോ ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 10. If 10% of x is equal to 15% of y, then what will be the value of x/y എന്നുള്ളതാണ് ചോദ്യം. നോക്ക്, 10% of x is equal to 15% of y എന്നതാണ് ചോദ്യം. 10% of x എന്ന് പറഞ്ഞാൽ 10x divided by 100. 15% of y എന്ന് പറഞ്ഞാൽ 15y divided by 100. ഓക്കെ ആണേ? അപ്പൊ അവിടെ നമുക്ക് 100 കട്ട് ചെയ്യാം. അതായത് 10x is equal to 15y എന്ന് വരും. ഓക്കെ, അതായത് x divided by y is equal to 15 divided by 10 എന്ന് വരും. 5 കൊണ്ട് കട്ട് ചെയ്താൽ 3 5 15, ഈ 5 10. ശരിയാണല്ലോ? x/y എന്ന് പറയുന്നത് എന്ത് വരും? 3 divided by 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും x/y എന്തായിരിക്കും? 3:2 ആയിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. ക്ലിയർ അല്ലേ? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് x/y എന്നാണ് ചോദ്യം. 10% of x is equal to 15% of y. 10x by 100 is equal to 15y by 100. 100 കട്ടായി. 10x is equal to 15y. x/y is equal to 15 by 10. 5 കൊണ്ട് കട്ട് ചെയ്താൽ 3 5 15, 5 10, 3/2 എന്ന് വരും. x/y is equal to 3:2. ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഓക്കെ, അപ്പം ഇത്രയായിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാനുണ്ടായിരുന്നത്. റേഷ്യോ പ്രൊപ്പോർഷന്റെ കൂടുതൽ ചോദ്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.